6 വയസ്സുകാരി പിച്ചിച്ചീന്തിയ നരാധമനെ രക്ഷപ്പെടാൻ ആവശ്യമായ രീതിയിൽ വകുപ്പുകൾ ചേർത്ത് തെളിവുകൾ ചേർത്ത് അഥവാ പ്രതിക്ക് അനുകൂലമായ കേസ് വളച്ചൊടിച്ച പോലീസിനെ നമ്മൾ കണ്ടു. പിന്നീട് പോലീസ് ഹാജരാക്കിയ തെളിവുകൾ വെച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ച് പ്രതിയെ തന്നെ രക്ഷപ്പെടുത്തുന്ന വിധത്തിൽ പ്രതിയെ നിരപരാധിയായി വിട്ടുവയ്ക്കുന്ന ഒരു കഥയും നമ്മൾ പിന്നെ കണ്ടു. അതായത് 6 വയസ്സുകാരിയായ ആ കുട്ടിയെ ആ നരാധമൻ പിച്ച് ചീന്തിയിട്ടില്ല, തൊട്ടിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ശ്രീ പിണറായി വിജയന്റെ പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ CPM-കാരനാണ് എന്നതാണ് ആ കൊലയാളിയുടെ, ആ നരാധമന്റെ പ്രിവിലേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാനും ആളുണ്ടായി. ഇനി ഇരയാക്കപ്പെട്ട കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളിയെ, ആ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. വീണ്ടും മറ്റൊരു കഥ കൂടി വരുന്നു. പക്ഷെ ഇത്തവണ പീഡന കേസല്ല, കൊലപാതക കേസാണ്. തിരുവനന്തപുരം പാറശാലയിൽ വഴിയരികിൽ ബന്ധുവിനെ കാത്തു നിൽക്കുന്ന ഒരു ബൈക്ക് യാത്രികനെ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച്, കാർ ഓടിച്ചു വന്ന് ഇടിച്ച് കൊന്നു. 22 വയസ്സുള്ള സജികുമാർ എന്ന ചെറുപ്പക്കാരനാണ് അങ്ങനെ കൊല്ലപ്പെട്ടത്. സജികുമാറിനെ ഇടിച്ചു കൊന്ന ആ കൊലയാളിയെ, അതായത് മദ്യപിച്ച് അമിത വേഗതയിൽ കാർ ഓടിച്ച് സജികുമാറിനെ കൊന്ന കൊലയാളിയെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചിട്ട് വൈദ്യ പരിശോധനയ്ക്ക് പോയ സമയത്ത് ഇറങ്ങി ഓടിയത്രേ. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. പിന്നീട് പിടിക്കാൻ ശ്രമിച്ചോ എന്നോ അല്ലെങ്കിൽ അയാളെ കുറിച്ച് പിന്നെ അന്വേഷിച്ചോ എന്നോ ഒന്നും അറിവില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രതി അമൽദേവ് പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ കീഴടങ്ങി. പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സമീപത്തെ ബാറിൽ നിന്ന് അമിതമായി മദ്യപിച്ച് അമിത വേഗതയിൽ കാർ ഓടിച്ച് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ബൈക്ക്, ആ ബൈക്കിൽ ചാരി നിന്നിരുന്ന സജികുമാർ എന്ന ചെറുപ്പക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് കൊന്ന് കടന്നു കളഞ്ഞ ആ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം, അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതിന് പോലീസ് അവസരമൊരുക്കി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം 2 ദിവസം കഴിഞ്ഞ് ഇയാൾ കീഴടങ്ങുമ്പോൾ പിന്നെ വൈദ്യപരിശോധന ഇല്ല, മദ്യപിച്ചൊന്നും തെളിവില്ലല്ലോ. അപ്പോൾ മദ്യപിച്ച് അലക്ഷ്യമായി വണ്ടി ഓടിച്ചു എന്നുള്ളതിന് തെളിവില്ല. മാത്രമല്ല രസകരമായ ഒരു വസ്തുത, ഇയാൾ പോലീസ് പിടിച്ചിട്ട് ഇറങ്ങി ഓടിയേക്കണം. ഇറങ്ങി ഓടിയതിന് കേസില്ല, അതൊക്കെ പോലീസിന്റെ വക ഫ്രീ. അപ്പോൾ ശരിക്കും മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയ പോലീസിനെ വെട്ടിച്ച് ഈ പ്രതി കടന്നു കളഞ്ഞതാണോ അതോ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിച്ചതാണോ എന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. കാരണം ഇറങ്ങി ഓടിയതിന് കേസില്ല. സ്വമേധയാ 2 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായപ്പോൾ കേസില്ലാതെ ദുർബലമായ 1-2 കേസുകളൊക്കെ കൊടുത്തുകൊണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെ ചുമത്തിയിട്ട് വെറുതെ വിട്ടയച്ചേക്കാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടുത്തെ പോലീസ് പണക്കാരന്റെയും സ്വാധീനമുള്ളവന്റെയും പിന്നാലെയാണ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവന് സ്വത്തിന് യാതൊരു വിലയുമില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നേരത്തെ ആ 6 വയസ്സുകാരി കൊന്ന കേസ്. അത് പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന നരാധമനെ സഹായിക്കാൻ അവിടെ പോലീസ് ഉണ്ടായി. വേണ്ട വിധത്തിൽ അന്വേഷണം നടന്നില്ല. പ്രോസിക്യൂഷന് വളരെ സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി സഹായിച്ചു. അതായത് പ്രതിഭാഗവും പ്രോസിക്യൂഷനും കൂടി പ്രതിക്ക് വേണ്ടി വാദിച്ചു എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ശരി. കോടതി പോലും ഒരുപക്ഷെ അന്തം വിട്ടിരുന്നിട്ടുണ്ടാവും ഇവരുടെ ഈ വാദവും പ്രതിവാദവും എല്ലാം കണ്ടിട്ട്. ഏതായാലും അവിടെ പ്രതി നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കപ്പെട്ടു. നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായി നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന മലയാളികളുടെ സമൂഹത്തിന് അപമാനമാണത്. ആ കൂട്ടത്തിലേക്കാണ് ഈ പാറശാലയിലെ കേസും കൂടി വരുന്നത്. ഇവിടെ പോലീസ് ഒത്തു കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതിന് എന്തേ കേസില്ല? അപകടം നടന്ന ശേഷം അമൽദേവിനെ പിടിക്കുമ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലീസിന് അറിയാം. പക്ഷെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ ചാടിപ്പോയി എന്നാണ് പറയുന്നത്. ചാടിപ്പോയെങ്കിൽ ചാടിപ്പോയതിന് കേസ് വേണ്ടേ? അതില്ല. അപ്പോൾ ചാടിപ്പോയതല്ല, വിട്ടതാണ്. ആർക്കൊക്കെ കൊണ്ട് വിട്ടതാണ്. ഒന്നുകിൽ അമൽദേവനെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ കൊമ്പത്ത് ആരെങ്കിലും ആയിരിക്കും, അതല്ലെങ്കിൽ വല്ല CPM പ്രവർത്തകനായിരിക്കും, അതല്ലെങ്കിൽ പോലീസുകാർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ വന്നത്. ഏതായാലും നഷ്ടപ്പെട്ടവന് പോയി. ബാറിൽ വെള്ളമടിച്ച് യാതൊരു ബോധവുമില്ലാതെ അമിത വേഗതയിൽ കാർ ഓടിച്ച് വഴിയരികിൽ നിന്നവന്റെ വെക്കിട്ട് കയറി അവനെ കൊന്നിട്ട് യാതൊരു കേസുമില്ല. എന്നാൽ ആരെയും കൊല്ലാത്ത, യാതൊന്നും ചെയ്യാത്തവന്റെ വീട് വളഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ അതിനും ഇവിടെ നിയമമുണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് പ്രതി, ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് സഹായിക്കേണ്ടത് എന്നൊക്കെ കേരള പോലീസിന് വളരെ വ്യക്തമായി അറിയാം. ഏതായാലും ഈ സർക്കാർ വക സംഭാവന വളരെ വലുതാണ്. ലോകത്തിന് ഒരുപാട് പഠിക്കാനുണ്ട്.